ഫലസ്തീന് പോളെ പ്രശ്നം പറ്റി വിചാരിച്ചാല് ഒരു കുറെ തീവ്രവാദികൾ വന്ന് ഫലസ്തീനിൽ കുറച്ച് സ്ഥലം കൊടുത്തു. അതുപോലെ അടിച്ച് ഗസ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാക്കി മറ്റേ ഫലസ്തീനെ മാറ്റി. പിന്നെ ഇസ്രായേലിന് ഇത്രക്കും ശത്രുക്കൾ നല്ല കഠിനമായി കൂടാനുള്ളത് കാരണം ഇസ്രായേൽ വലിയ ആളായി ബോംബും ഇതൊക്കെ വിട്ടു. അതിൽ വിട്ടേര് മിസ്റ്റേക്ക് വന്നു. ഏതോ 4-5 അറേബ്യൻ രാജ്യത്തിൽ പോയി അതെത്തി. ഒരു രാജ്യത്തെ വലിയ ഫാക്ടറിയോ അങ്ങനെ എന്തൊക്കെ കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഇസ്രായേലിന് പറ്റിയത്. അങ്ങനെ ഇനി ഓരോന്ന് പറ്റി ഇങ്ങനെ വരണം. അവിടെ അവസാനം ഫലസ്തീനെല്ലാം ഇങ്ങനെ ചിരിക്കണ പോലെ വരണം. ഇപ്പോഴേ കുറെ കപ്പലൊക്കെ പോയിണ്ടല്ലോ. അതേമാതിരി ഫലസ്തീന് ചിരിക്കണം. എവിടെ നോക്കിയാലും ഇപ്പോൾ ഫലസ്തീന്റെ കൊടിയാണ്. ഓരോ സ്ഥലങ്ങളിൽ ഫലസ്തീന് വേണ്ടിയുള്ള ഐക്യദാർഢ്യ സമ്മേളനങ്ങളും റാലികളും ഒക്കെ കെങ്കേമമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നെതർലാൻഡിൽ 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഒരു പടകുറ്റൻ റാലിയാണ് നടന്നത്. നമ്മുടെ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 100-150 കോടി ക്ലബിൽ കയറ്റിക്കൊടുത്ത സിനിമാ നടന്മാരും അതുപോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസർമാരും ഒക്കെ ഇതുവരെയും ഫലസ്തീൻ്റെ ഫാ എന്നൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റീച്ച് കുറയുമോ, അവരുടെ ഫോളോവേഴ്സൊക്കെ അൺഫോളോ ചെയ്ത് പോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും. ചുരുങ്ങിയ ആളുകൾ മാത്രമാണല്ലോ പ്രതികരണവുമായി മുന്നോട്ട് വന്നത്. നമ്മുടെ പ്രകാശ് രാജ് സാറിനെ പോലെ, ഷൈൻ നിഗത്തെ പോലെ, പൃഥ്വിരാജിനെ പോലുള്ള നട്ടലുള്ള ആളുകൾ മാത്രമാണ് ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് നോക്കാതെ പ്രതികരണവുമായി മുന്നോട്ട് വന്നത്. അപ്പോഴാണ് നമ്മുടെ ഓക്കെ അനാഷിൻ്റെ അനിയൻ നാഫി ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ ചെറിയ പയ്യൻ അവനെ കൊണ്ട് കഴിയുന്ന രീതിക്ക് അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫലസ്തീനിലെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടും എന്താണ് ആ യുദ്ധത്തിന് കാരണമെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവൻ അവൻ്റെതായ ഭാഷയിൽ ഒരു വീഡിയോ ചെയ്തു. അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു. ഫലസ്തീൻ്റെ ഒരു ഐക്യദാർഢ്യ റാലി വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും നടക്കാൻ വയ്യ, ജോലിയുണ്ട്, എനിക്ക് അവിടെ പോകാനുണ്ട് ഇവിടെ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിവ് ന്യായങ്ങൾ പറഞ്ഞ് മാറുന്നവരുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ചെറിയ മോൻ, ആ മോനൊരു പക്ഷേ മനസ്സിൽ വിചാരിച്ചത് എൻ്റെ പ്രായമുള്ള മക്കളാണ് അവിടെ കൊല ചെയ്യപ്പെടുന്നത്, ജനിച്ചിട്ട് 24 മണിക്കൂർ പോലും ജീവിക്കാൻ അവകാശമില്ലാതെ വെടിയുണ്ടക്കിരയായി പിടഞ്ഞു വീണ് മരിക്കുന്ന ചെറിയ കുട്ടികളെ നമ്മൾ കാണുന്നതാണ്. ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് വീടിനകത്ത് അടച്ചിരിക്കാൻ സാധിക്കുന്നത്?